ഓ നിന്റെ ബുദ്ധിയാണെങ്കിൽ പറയാൻ വേണ്ടായിരുന്നു. നോക്ക്, 2 മക്കളെ ഡോക്ടർമാരാക്കണമെങ്കിൽ ഈ വന്ന കാലത്ത് കോടികൾ വേണം. എഞ്ചിനീയർ ആണെന്നൊക്കെ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറയുമെങ്കിലും നിങ്ങൾക്ക് എന്താ പണിയെന്നും തൊളയെ മുക്കാലോ ശമ്പളം എന്നൊക്കെ എനിക്കറിയരുതോ? അറബിയുടെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യുന്നതിന് അറബിയുടെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യുന്നതിന് നിനക്ക് കിട്ടുന്നുണ്ടല്ലോ ചാക്കപ്പണി. അങ്ങനെ സൂചിക്കണ്ട, കേക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. അവനവന്റെ വരുമാനത്തെ പറ്റി അവനവന് ബോധം ഉണ്ടായിരിക്കണം. അതില്ലാത്തതുകൊണ്ടാ പറഞ്ഞ് അച്ഛനെ ചാക്കിട്ട് പരമാവധി വാങ്ങി എടുക്കണോന്ന്. വയസ്സുകാലത്ത് അങ്ങനെ കേറ്റാൻ പറ്റിയ ചാക്ക് ഞാനിവിടെ പോയി തപ്പോടി. ദൈവമേ, ഈ ജീവിക്കാൻ അറിയാൻ മേലാത്ത വിശ്വാസി തന്നെ എന്റെ നിലയിൽ നീങ്ങണല്ലോ. ഓ എന്റെ ദൈവമേ, പ്രീഡിഗ്രി തോറ്റു 3 പ്രേമത്തിന്റെ പേരുദോഷം വന്നോണ്ട് നിന്നായി ഇവളെ കെട്ടി ഇവിടെ വന്ന് കെട്ടി ഒരു ജീവിതം തന്ന എന്നെ തന്നെ പറയണോടി ഇത്. നോക്ക്, നിങ്ങള് അച്ഛനെ ഒന്ന് ചൂട് കേട്ടിക്കണം. 70 വയസ്സ് കഴിഞ്ഞ അയാളെ എവിടെ ഇട്ട് ചൂട് കേറ്റാനാടി? ഇക്കണക്കിന് പോയാ എന്റെ അമ്മച്ചിയാണ്. നിങ്ങൾക്ക് ഞാൻ വല്ല വിഷവും തന്നു. എന്തുവാടി പറയുന്നത്? സംസാരിക്കുന്ന ഒരു മര്യാദയില്ലേ, സംസ്കാരമില്ലേ? എന്ന് പറഞ്ഞ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ പറ്റി അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ എന്നെ ഇങ്ങനെ അങ്ങോട്ട് ശല്യം ചെയ്താലോ? ഗൾഫിൽ വെച്ച് ചില്ലറ ഉപദ്രവമല്ലേ ഈ മനുഷ്യൻ ചെയ്യുന്നത്? അതെങ്ങനെ? അച്ഛൻ എന്റെ കുടുംബ ജീവിതം ഭദ്രമാക്കണമെന്നല്ലല്ലോ ആഗ്രഹം. കൊട്ടാക്കി പാലവട്ട തിരുവഴിച്ചടയക്കാറൊളി ചാരു കൂന്തൽ കെട്ടാക്കി കേതകി ഭൂമതിയുടെ വടിവാക്കി പറ ചന്ദ്രകെട്ട പൊട്ടൊക്കെ മാറിപ്പോയ സുതനായി കാൽപ്പെട്ടു വൈരപ്പെട്ടു കാൽ കപട കാട്ടാളിയെ കൈതൊഴുതേ. നമിക്കുന്നു, ഞാൻ നമിക്കുന്നു. ഗൾഫിലിട്ട് ഉപദ്രവിച്ചിട്ട് ഇവിടെ അച്ഛന്റെ മുന്നേ വെച്ച് എന്റെ കാല് തൊട്ട് തൊഴുതിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അച്ഛൻ നിൽക്കുന്നു, നേരിട്ട് അങ്ങോട്ട് ചോദിക്കും. അയ്യോ എന്റെ ദൈവമേ, എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? കലാനിലയത്തിൽ ചേർത്തൂടായിരുന്നോ? അഭിനയം കണ്ടാൽ ആരും ചോദിച്ചോ ഏതെങ്കിലും നാടക കമ്പനി ചേർത്തൂടായിരുന്നോ? ഓ നേരെ വരുന്നൊരു നാത്തൂൻ, എന്ത് പറയാനാ, ഇവരിതൊക്കെ പറയും. നാത്തൂൻ കിട്ടിയ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നില്ലേ? ഇവിടെ കിടന്ന് തൊഴുത്തിലും അടുക്കളയിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാതെ പോയി പണിയെ വെച്ചേ. അച്ഛൻ എന്നോട് പിണക്കാണോ? എന്തിന്? മണ്ണുവാരി കളിക്കുമ്പോ ഞാൻ കളിച്ചിരുന്നത് ഒരു ക്ലാസ് മുറി സങ്കല്പിച്ച് ഭിത്തിയിൽ ഭാവനയിൽ കുറെ കുട്ടികളുടെ മുന്നിൽ കയ്യിലൊരു വടി കരുതി ടീച്ചറായി സങ്കല്പിച്ച് ക്ലാസ് എടുത്ത തിരിച്ചറിവായ കാലം മുതൽ ആരാകണമെന്ന ചോദ്യത്തിന് അധ്യാപികയാകണമെന്ന് ഉത്തരം എഴുതി. ഈശ്വരനായിട്ട് എന്റെ ആഗ്രഹം സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജേട്ടന്റെ ഈ തണുത്ത പ്രതികരണം എനിക്ക് ശീലമാണ്. അച്ഛന്റെ അഭിപ്രായം എന്താ? ഞാൻ എന്താ നിന്നോട് പറയാ, ഗൗരി മരിച്ച് 1 വർഷം കഴിഞ്ഞാ രാജ നിന്നെ വിവാഹം ചെയ്തത്. ആ 1 വർഷം എനിക്കൊരു യുഗം പോലെ ആയിരുന്നു. ഈ വീടിന് പ്രകാശം നഷ്ടപ്പെടുന്നത് പോലെ, ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ സദാ ഉറങ്ങുന്നൊരു വീട്. അവിടെ നിന്നും ഈ വീടിനെ ഉണർത്തിയത്, ചിരിപ്പിച്ചത്, ജീവസുറ്റതാക്കിയത് ഒക്കെ നീയാ. ഞങ്ങളുടെ പാകം നോക്കി ഒപ്പം നടക്കുന്നവിടെ. ഈ വീടിന് ആവശ്യമുണ്ട് നിന്നെ. അതിനർത്ഥം നീ ജോലിക്ക് പോകരുത് എന്നല്ല. ആലോചിച്ച് യുക്തമായത് ചെയ്യുക. ജഗദീഷ് എടി പെങ്ങളെ, ഗോളടിച്ചല്ലോ. ആഗ്രഹിക്കുന്ന ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് മഹാഭാഗ്യമാ. അതും ഗവൺമെന്റ് കോളേജിൽ. ഒരു ലെക്ചർ പോസ്റ്റിന് ഇപ്പോ 25 ലക്ഷം രൂപയൊക്കെ വാങ്ങുക. യു ആർ ലക്കി. 1-2 സാരികളാ. ജോയിൻ ചെയ്യാൻ പോകുമ്പോ ഇഷ്ടമുള്ളത് എടുക്കാം. നീ ജോയിൻ ചെയ്യുന്ന ദിവസം ഒപ്പം ഉണ്ടാണെന്ന് ആഗ്രഹം. നിന്റെ ഭർത്താവ് വല്ലാത്ത സന്തോഷത്തിലായിരിക്കും അല്ലേ? ജോലിക്ക് പോലും പോകാതെ ആഘോഷിക്കുകയാണോ? ദുഷ്ടൻ. എന്നിട്ട് എന്നെ വിളിച്ചില്ല. അല്ലെങ്കിലും അങ്ങനെ ഭാഗ്യം വരുമ്പോ മറ്റുള്ളവരെല്ലാം പുറത്ത്. ശാരദയ്ക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ അച്ഛൻ വല്ലാത്ത സന്തോഷത്തിലാ. അച്ഛൻ എപ്പോഴും പറയായിരുന്നു അവൾക്കൊരു അധ്യാപികയായി ജോലി കിട്ടിയെങ്കിലും.
ഞങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ സ്ത്രീകൾ ജോലിക്ക് പോകാറില്ല. എന്റെ സഹോദരിക്ക് 2 ആൺമക്കളാണ്. കെട്ടിയത് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളെയാണ്. അവരാരും ജോലിയെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ അനിയത്തിക്ക് ഒരു മോള കിട്ടിയത് ഡോക്ടർ. അവള് കുറെ പഠിച്ചു. പക്ഷെ ജോലി പെൺകുട്ടികൾക്കൊരു കൗതുകമല്ല. കിട്ടിയാലതൊരു ഭാഗ്യമല്ലേ? സ്ത്രീകൾ അവകാശം ചോദിച്ചു വാങ്ങുന്ന ഈ കാലത്ത് പെണ്ണിന് ജോലി ഒരു സുരക്ഷിതത്വമാണ്. കാലങ്ങളായി പൊതുരംഗത്ത് നിൽക്കുന്ന അച്ഛന് അതൊക്കെ മനസ്സിലാവുന്ന എന്റെ വിശ്വാസം. എന്തോ രാജശേഖരൻ ഇതിനത്ര താല്പര്യമില്ല. എന്ത് ഇങ്ങനെ ഒരു ജോലി കിട്ടിയിട്ട് അയാൾക്ക് താല്പര്യമില്ലെന്നോ? ഭാര്യയെ പറ്റി കുടുംബിനെ എന്നതിനപ്പുറം ഉദ്യോഗസ്ഥ എന്നൊരു സങ്കല്പം എനിക്കില്ല. ആഗ്രഹിക്കാത്ത നേടുന്നതിന്റെ പേരാളിയാ ഭാഗ്യമെന്ന്. ഭാഗ്യം പരീക്ഷിക്കാൻ ഞാൻ അന്ധവിശ്വാസിയല്ല. MSc ഫസ്റ്റ് റാങ്കിൽ പാസ്സായുള്ള ജീവിതം ഈ അടുക്കളയിൽ തൊഴിൽ കിടന്ന് നിലയ്ക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് പച്ചവെള്ളത്ത് പറഞ്ഞ വിട്ടിത്തമാണ്, ഭ്രാന്ത്. എന്റെ ഭാര്യയെ ജോലിക്ക് വിടണോ വിടണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അത്തരം സ്വാതന്ത്ര്യമൊക്കെ അവൾക്കുണ്ട്. പക്ഷെ അവൾക്കൊരു ജോലി ഇട്ടുണ്ടെങ്കിൽ തലയിലെഴുത്ത് വേണോടോ, ഭാഗ്യം വേണം. എന്റെ അളിയൻ കുറെ കൂടി ബ്രോഡ്ബാൻഡാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ക്ഷമിക്കണം, ഇക്കാര്യത്തിൽ ഞാൻ അല്പം പിന്തിരിപ്പിന. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന വീടായത്. ഇവിടെ സ്ത്രീ കുടുംബിനിയ. ഭാര്യയുടെ വരുമാനത്തിൽ ജീവിക്കേണ്ട ഗതികേടും എനിക്കില്ല. നാളെ ഇയാളങ്ങ് മരിച്ചു പോയാൽ എടി ഏത് മനുഷ്യന്റെ ജീവിതത്തിലും ഉറപ്പുള്ളത് മരണം മാത്രമാണ്. 1.5 ലക്ഷം രൂപക്ക് മുകളിൽ ശമ്പളമുള്ള ജോലി ആരും കൊതിക്കുന്ന എക്കാലത്തെ ഏറ്റവും ആകർഷണീയമായ ജോലി. എന്റെ അച്ഛനും ഞങ്ങൾ ബന്ധുക്കൾ മുഴുവനും ആളകത്തില്ല. എന്നെ വിളിച്ച അച്ഛൻ പറഞ്ഞു, പെണ്ണിന് ജോലി കിട്ടി, നീ കൊണ്ടുപോയി അവളെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന്. കഷ്ടം. മടങ്ങി ചെന്ന് ഞാൻ എന്ത് പറയണം? മകളുടെ ജീവിതത്തിൽ കടന്നു വന്ന സൗഭാഗ്യത്തെ മരുമകൻ പിൻകാലിൽ തട്ടിയെന്ന് ഞാൻ അറിഞ്ഞ ആ നിമിഷം അച്ഛൻ ചങ്ക് പൊട്ടിച്ചാകും. അടുക്കളയിലും തൊഴുത്തിലും വേലക്കാരിക്കാൾ കഷ്ടമായി കഴിയുന്ന ഇവളുടെ മോചനം ഞങ്ങളുടെ പ്രാർത്ഥന ആയിരുന്നടോ. ഷോക്കേസിൽ ഒരു പ്രദർശനോത്സവമായി പ്രതീക്ഷിക്കാനായിരുന്നില്ല ഇയാളുടെ പെങ്ങളെ ഞാൻ വിവാഹം കഴിച്ചത്. ഇയാൾക്ക് ആവശ്യം ഭാര്യയല്ലായിരുന്നടോ, ഒരു സെർവന്റിന്. പാരമ്പര്യം നെറ്റിയിൽ അലങ്കാരം പോലെ കുറിച്ചിട്ടാ പോരാ, പെരുമാറ്റത്തിൽ കാണണം. ക്ഷമിക്കണം അച്ഛാ, നിങ്ങൾ മുന്നിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന്. പെങ്ങളെ പോവുക. ഇങ്ങോട്ട് വരുമ്പോ എന്റെ മനസ്സിൽ ചിങ്ങുന്നില്ല അവന്റെ പ്രകാശം ഉണ്ടായിരുന്നു. മടങ്ങുന്നത് ഇരുണ്ട ദുഃഖം ഉള്ളിൽ കയറിയ. എന്റെ അഭിപ്രായം ചോദിച്ചില്ല. നീ ഇവിടെ അടിമയല്ലേ, നാവില്ലാത്ത അടിമ. ഭർത്താവിനെ അനുസരിക്കുന്നത് പുണ്യം. ഭാര്യയ്ക്ക് മറ്റൊരു അവകാശം കൂടിയുണ്ട്. ഭർത്താവിന് തെറ്റുപറ്റുമ്പോൾ തിരുത്തുക, ചൂണ്ടിക്കാണിക്കുക എന്നത്. ഈ ജോലി സ്വീകരിക്കരുതെന്ന് പറയുന്നത് രാജേട്ടന്റെ മണ്ടത്തരമാണ്. അതിന് കൂട്ടി നിൽക്കാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ ഈ ജോലി സ്വീകരിക്കുന്നു. എന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അല്ലേ? ധിക്കാരമല്ല, വിവേകം. എന്നെ അനുസരിക്കാതെ ഈ ജോലി സ്വീകരിക്കാനാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നീ എന്റെ ഭാര്യയായിരിക്കില്ല. രാജശേഖര, ബോധക്കേട് എഴുന്നള്ളിക്കുന്നു. അവൾ ഈ ജോലി സ്വീകരിക്കുന്നു. നാളെ ഇവളെയും കൊണ്ട് നീ പോകും ജോലിക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. അച്ഛാ, മഹാദേവൻ തമ്പിയ പറയുന്നത്. എന്റെ വാക്കുകൾ മകൻ ധിക്കരിച്ചാൽ തെക്കുപുറത്ത് ഒരു ചിതയൊഴുക്കിയ കോൺഗ്രസ്. എന്റെ ആങ്ങളുടെ ഭാവി തകർന്നു. നിന്റെ ആങ്ങളയുടെ ഭാവി അവരെടുത്ത് ബാഗിനകത്ത് വെച്ചോണ്ട് പോയാ ആരാകേണ്ട മനുഷ്യനാ. ശരിയാ, വിചാരിച്ചിരുന്നെങ്കിൽ ഒരു ധനകാര്യമന്ത്രിയെങ്കിലും ആകുമായിരുന്നു. രാജന്റെ വാക്കുകൾ അവള് പുല്ല് പോലല്ലേ തള്ളിക്കളഞ്ഞത്. ഈ കുടുംബത്തിൽ ആണുങ്ങളെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്ന പെണ്ണുങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കാല് മടക്കുന്നത് തന്നാലുണ്ടല്ലേ അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യ. നന്ദിയോടെ പറയരുത് മനുഷ്യ. നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? നീ കേൾക്കും, നിനക്ക് കേൾവിക്കുറവൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നീ ഇതുവരെ അനുസരിച്ചിട്ടുണ്ടോടി? ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ചികള് വർത്താനം കൊണ്ട് വന്നേക്കരുത്. പറഞ്ഞേക്കാം. ദേ പോണൊരു ഭ്രാന്തൻ വട്ട് പിടിച്ച് അടക്ക. നല്ല കുടുംബം. പാവം എന്റെ രാജൻ അങ്ങ് പകുതിയായി. അളിയനെന്ത് ഇങ്ങനെ നോക്കുന്നത്? അല്ല, അളിയന്റെ മറ്റേ പാതി എങ്ങോട്ട് പോയി നോക്കിയതാ.
നീ ഇങ്ങനെ ജോലിക്ക് പോകാതെ സങ്കടപ്പെട്ടിരുന്ന എന്തിനെങ്കിലും ഒരു പരിഹാരമാകുമോ? അയ്യോ, അയാൾ ജോലിക്ക് പോകാതെ സങ്കടപ്പെട്ടിരിക്കണം. നിന്നോട് ആരാടി പറഞ്ഞത്? കൂടപ്പറപ്പിന്റെ ദുഃഖം കൂടപ്പറപ്പിനെ മനസ്സിലാവുള്ളൂ. പിന്നെ അതാ രക്തബന്ധത്തിന്റെ വില. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നാത്തും ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഇവൻ എത്ര ദിവസം ലീവ് എടുത്ത് ഇവിടെ ഇരുന്നെന്ന് അറിയോ? പ്രൊഫഷണൽ കരിയറിനെ പറ്റി ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ ബാച്ചിൽ ആദ്യം മാനേജറായി. അസൂയായിരുന്നു എന്റെ സഹപ്രവർത്തകർ മുഴുവൻ എന്നോട്. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? ആത്മവിശ്വാസത്തോടെ പോയി ജോലിക്ക് പോകണം. സമയത്ത് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല, വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. ഈ വീട് ജീവനില്ലാത്ത നിർജ്ജീവ വസ്തു പോലെയായില്ലേ. അച്ഛന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഞാനൊക്കെ അത്തരം ചില ശീലങ്ങളുമായി ജീവിച്ച് ശീലിച്ചവരാണ്. അല്ലെ, ശീലങ്ങളുമായിട്ട് ആരെങ്കിലും ജനിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ പോയാ ഒരു പക്ഷെ എനിക്ക് എന്റെ ജോലി രാജിവെക്കേണ്ടി വരും. നീ എന്ത് വിവരക്കേടായി പറയുന്നേ? പല ദിവസം ഭക്ഷണം ഇവിടെ ഹോട്ടലിൽ നിന്ന് വാങ്ങുക. കാര്യത്തിൽ നമ്മൾ ഭാഗ്യവനാണ്. നിൽക്കുന്ന ഒരു സഹോദരി, ഞാൻ പുകഴ്ത്തി പറയുകയില്ല, അടുക്കള കണ്ടാൽ അവൾക്ക് അലർജിയാ. രാത്രി ഞാൻ പണി കഴിഞ്ഞ് വല്ലതും വന്ന് ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ അവള് കയറ്റിക്കോളും. നീ ഇതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ എന്നെ കുറ്റം പറയാനും വിവരക്കേട് പറയാനും മാത്രമേ വാ തുറക്കത്തുള്ളൂ. അച്ഛൻ എന്ത്? പശുക്കളെയൊക്കെ ആർക്കോ വിറ്റ് തൊലക്കുകയാണ്. അവരുമായിട്ട് പുറത്ത് നിൽക്കുക. അതേതായാലും നന്നായി. പശുക്കൾ അച്ഛന്റെ ജീവനാണ്. അയാൾ ആര്? ലാലു പ്രസാദ് യാദവനോ? വീടായാലും തൊഴുത്ത് വേണമെന്നും തൊഴുത്ത് വരെ പശുക്കൾ വേണമെന്നുള്ള ഒരു പഴയ സംസ്കാരമാണ്. എനിക്ക് സഹിക്കുന്നില്ല പശുക്കളെ വിൽക്കുന്നെന്ന് കേട്ടോ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിസ വരുത്തി അതുങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയാലോ? നീ നോക്കിക്കൊള്ളുമല്ലോ. കേട്ടോട് കേട്ടോട് ശാരദേ. പഴയ ശീലമാണ്. അച്ഛന്റെ വെളിപ്പുറത്ത് അച്ഛന്റെ പിന്നിൽ അവൾ ഉണ്ടെന്ന വിശ്വാസമാണ് അച്ഛന്. എന്നിട്ട് എന്താടി എന്തോ എന്ന് വിളി ചോദിച്ചോണ്ട് നീ കേട്ടോണ്ട് നീ ചെല്ലായിരുന്നത്? എനിക്ക് ഈ പശുവും തൊഴുത്തും ഒക്കെ അലർജിയാണെന്ന് അച്ഛന് പണ്ടേ അറിയാം. ഭയങ്കര അലർജി. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. മൂപ്പിലാൻ എന്തിനാണ് കയർ പൊട്ടിക്കുന്നത്? ആദ്യ ശമ്പളം വാങ്ങിച്ചപ്പോ സതീശന് ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. നിന്നോട് ആലോചിച്ചിട്ടായിരുന്നോ? ഇനിയിപ്പോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഭർത്താവിനേക്കാൾ വരുമാനമുണ്ടല്ലോ. ഇപ്പൊ അവന് അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുന്നത്, തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ പുതിയ ഒരു സാരി ഉടുത്ത ഉടനെ ചോദിക്കും, സതീഷേ എനിക്ക് ഈ സാരി ചേർന്നുണ്ടോടാന്ന്. അതിനവന്റെ മറുപടി നീ കേൾക്കണം. ദൈവമേ, സാഹചര്യങ്ങളാ മനുഷ്യനെ വഷളാക്കുന്നത്. എടാ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നോവുന്ന പോലെ അവന് നോവണമെന്നില്ല. അച്ഛനും അമ്മയൊക്കെ അവനെ മകനായിട്ടാണ് വളർത്തിയെങ്കിലും പഞ്ചായത്ത് ഓഫീസിന്റെ വാതിക്കൽ നിന്ന് കിട്ടിയ അനാഥനാണെന്ന് ബോധ്യപ്പെടുത്തി തന്നെ വളർത്തിയത്. അപ്പൊ അവന്റെ മനസ്സിൽ ആ അകലം കാണും. ഇനി അതല്ല സ്വന്തം അനിയനാണെങ്കിൽ തന്നെ ഇടപെടുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാനായിട്ട്. ശ്രദ്ധിക്കണം, നിന്റെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയാ. പശുക്കളെ മുഴുവൻ കൊടുത്തു. നോക്കാൻ ആളില്ലാതെ ആ മിണ്ടാപ്രാണികളെ പട്ടിണിക്കിടുക ദ്രോഹമല്ലേ? ഗോമൂത്രത്തിന്റെ നാറ്റവും കൊതുവിന്റെ ശല്യവും കൂടി കുറയും. ആ തൊഴുത്ത് കൂടി അടിച്ച് പൊളിച്ചാൽ കളയണം. തൊഴുത്ത് അവിടെ നിൽക്കട്ടെ, നിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. പൊളിച്ചു കളഞ്ഞ വാസ്തുദോഷം സംഭവിക്കും. ഓർമ്മ വെച്ച കാലം മുതലേ പശുവിനെ തൊട്ട് വന്നിക്കുന്ന ആളാ അച്ഛൻ. അതൊക്കെ ഒരു വിശ്വാസം. ജീവിതത്തിന്റെ സ്പന്ദമാപ്പിന് കളവ് പോയ അവസ്ഥയിലാണ് ഞാൻ. പണ്ട് നാട്ടുകാർ പറയുമായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് പോകുന്ന സമയം നോക്കി വാച്ചിലെ സമയം കറക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. സമയം തെറ്റിയോടുന്ന വണ്ടി പോലെ ഇനിയൊക്കെ ഇത് വേഗം അവസാനിച്ചാൽ മതിയായിരുന്നു. ശാരദേ, അച്ഛൻ കാരണമാ. അച്ഛൻ ഒരാൾ കാരണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഞങ്ങൾ ലീവ് ക്യാൻസൽ ചെയ്ത് പോവുക. അച്ഛനും രാജനും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയ 2-3 വർഷം കൂടുമ്പോ ഇവിടെ വരുന്നത്. അപ്പൊ തുള്ളി വെള്ളം തരാൻ ഇവിടെ ആരില്ലെന്ന് വന്ന എനിക്ക് വയ്യ നിങ്ങളുടെ സങ്കടം ഒന്നും കാണാൻ. ഇത് സുഷമയുടെ അവസാന വരവാ. രണ്ടുപേരും കൂടി ഒരു വേലക്കാരി നോക്കണം. എന്താ നടക്കില്ലേ? ഭാര്യയ്ക്ക് പകരമാകുമോ വേലക്കാരി? അത് ശരിയാ. അച്ഛന് കുളിക്കാൻ ചൂടുവെള്ളം കുളിമുറിയിൽ തയ്യാറാ. ഞാൻ ഏതായാലും വെറുതെ നിൽക്കല്ലേ. ഇനി അച്ഛന്റെ ഏട്ടന്റെ കാര്യത്തില് ഒരു കുറവും ഉണ്ടാവില്ല. രാജേട്ടൻ ഇനി ഒറ്റ ദിവസം പോലും ജോലിക്ക് പോകാതിരിക്കരുത്. അതിന്റെ പേരില് ഏടത്തിയെ കുറ്റപ്പെടുത്തുകയരുത്. ചേട്ടത്തിയെ കുറ്റപ്പെടുത്തുന്നില്ല നിനക്ക് ബുദ്ധിമുട്ട്, അല്ലാതെ ബാക്കിയുള്ള അസൗകര്യത്തെ പറ്റിയൊന്നുമല്ല. അളിയനെ എന്നെ സഹായിക്കില്ലേ? പിന്നെ
തിരിച്ചു പോകുന്നത് വരെ ഞാൻ എന്തിനും തയ്യാർ. സുഷമ പറഞ്ഞങ്ങളെ കേട്ടില്ലേ? പുഷ്കരേട്ടനെ ഒന്നിനും മാറ്റി നിർത്തണ്ടാന്ന്. ആളുകളുടെ കൈപുണ്യം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം അളിയ. ഈ വീട് ചിരിക്കുന്നത്, ഈ വീട് ശ്വസിക്കുന്നത്, ഈ വീട് സജീവമാകുന്നത്. ഓമനത്തിങ്കളി മണ്ണിൽ കൊളുത്തുന്ന ഓടൽ വിളക്കാർക്ക് സ്വന്തം, ഓടൽ വിളക്കാർക്ക് സ്വന്തം. ഓമനത്തിങ്കളി മണ്ണിൽ കൊളുത്തുന്ന ഓടൽ വിളക്കാർക്ക് സ്വന്തം. നറുനിലാവെട്ടമേ നിന്നാത്മബന്ധനം, നന്മയുടെ നക്ഷത്ര വെളിച്ചം, നീയാരും എഴുതാത്ത കടമയുടെ കൈപ്പുസ്തകം. കഠിനകാലത്തിൻ്റെ പകിടമറിയുന്നോരി കലിയുടെ കളമാണുലകം. കഠിനകാലത്തിൻ്റെ പകിടമറിയുന്നോരി കലിയുടെ കളമാണുലകം. ചിന്തകൾ ചന്ദ്രികാ സാന്ദ്രമല്ല, ബന്ധങ്ങൾ ആലംബലോലമല്ല. ചിന്തകൾ ചന്ദ്രികാ സാന്ദ്രമല്ല, ബന്ധങ്ങൾ ആലംബലോലമല്ല. കനിവിൻ്റെ കൽക്കണ്ടം വിൽക്കുന്ന അധമരുടെ കുടിലബോധത്തിൻ്റെ ഇരുളുമാത്രം. വേദനക്കുയിലിൻ്റെ വേനൽ കൂട്ടിലൊരു സാന്ത്വന കാറ്റിൻ്റെ പരിചരണം. വേദനക്കുയിലിൻ്റെ വേനൽ കൂട്ടിലൊരു സാന്ത്വന കാറ്റിൻ്റെ പരിചരണം. മുരടിച്ചു പോയ മുളങ്കാടിൻ മാനസം, തരളിതമാകുന്ന സ്നേഹാടനം. പഞ്ചനക്ഷത്ര സ്വപ്നമേ വിടരൂ നീ വൈകാതെ, അലിവിൻ്റെ മഴ വീണു നിറയട്ടെ നന്മയീ മണ്ണിൽ. ഓമനത്തിങ്കളി മണ്ണിൽ കൊളുത്തുന്ന ഓടൽ വിളക്കാർക്ക് സ്വന്തം, ഓടൽ വിളക്കാർക്ക് സ്വന്തം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നും. ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുത് മടങ്ങുമ്പം നമ്മുടെ വടക്കേല സരസ്വതി ചോദിക്കുക, എടി സുഷമ്മേ, നിന്റെ നാത്തൂന് സതീഷിന്റെ ബൈക്കിന്റെ പിന്നെ നമ്മൾ സമയമില്ലെന്ന്. രാജൻ ഇതിനൊന്നും സമയമില്ലെന്ന് അവർ ചോദിക്കുക. ഇപ്പൊ തന്നെ അവളെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുക. ഒന്നുകിൽ അവൾ ഇവന്റെ മൊബൈലിൽ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും, ചേട്ടത്തി എവിടെ എത്തിന്ന്. എന്താ നീ കൊണ്ടുവിട്ടാലോ കൊണ്ടുവന്നാലോ ഒക്കില്ലേ? ഇതൊക്കെ കേട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക ചെയ്യണം. എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്താ പലതും നിന്റെ കണ്ണിലും പെട്ടതല്ലേ? അവരുടെ ബന്ധത്തിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ലെന്ന് നീ പറ. ചേട്ടനെ കേട്ടിട്ട് അങ്ങനെ ആരോടെ അന്യനോടെ പൊറുക്കണ്ട. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. എന്റെ ആങ്ങളൊക്കെ എന്നെ തല്ലാനുള്ള അവകാശമൊക്കെ ഉണ്ട്. നോക്ക്, ഞങ്ങൾ അവനെ ഗൾഫിൽ കൊണ്ടുപോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ?
ഈ ശല്യത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണ്ടേ? നിന്റെ സ്ഥാനത്ത് വേറെ വല്ല ആണുങ്ങളും ആയിരുന്നെങ്കിൽ കൊന്നൊഴിവാക്കിയത്. അയ്യോ, ആരെ കൊല്ലുന്നേ കൽപ്പിക്കൊണ്ടുപോണേ കാര്യമാണ് ഈ പറയുന്നത്. എനിക്ക് എന്റെ സഹോദരന്റെ ജീവിതമാ വലുത്. എന്താ അലിയ കാര്യം? പോകുന്നുണ്ട് എങ്ങോട്ടേലും. അല്ലാതെ ഈ വേലക്കാരിയുടെ മനുഷ്യന് സംസാരിപ്പിക്കാൻ ഓരോരുത്തർ ഇറങ്ങിച്ചോളൂ. മനുഷ്യന് എവിടെ രാജേട്ടന്റെ കാറ്? എന്റെ സെലക്ഷനാ. ഇതാ രാജേട്ടാ, ഇഷ്ടായോ നോക്കി. ആരാണ് ഇവൻ നിന്റെ? എന്താ എന്താ ഉണ്ടായേട്ടാ? ചോദിച്ചു കേട്ടില്ലേ ഇവൻ നിന്റെ ആരാണെന്ന്? ഞാൻ പറഞ്ഞു തരണോ ഇവൻ എന്റെ ആരാണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും? മിണ്ടരുത്, മിണ്ടി പോകരുത്. എന്താണ് നീ ഇവനും തമ്മിലുള്ള ബന്ധം? രാജേട്ടാ നിങ്ങള് ഇവൻ ആരാ നിന്റെ? കാമുകനോ ഭർത്താവോ അതോ ജാരനോ? ആരാടാ ഇവൻ നിന്റെ? എന്റെ ദൈവം. വെപ്പാട്ടിയെ പോലെ ഒപ്പം കൊണ്ടുവന്നിട്ട് അവരുടെ അമ്മയാ സഹോദരിയോ ദൈവമാ അവരൊപ്പം ആവശ്യം പറഞ്ഞോ സഹിക്കില്ല ഞാൻ കൊന്നു. സുഗന്ധമുള്ള പൂക്കളുടെ കണ്ണുകളിൽ നഖം മുളച്ചാൽ എന്തു ചെയ്യും? പരിഹാരം പ്രവചനാതീതം. അല്പനേരം ഇടവേള. ഇറങ്ങി പോടാ ഇങ്ങോട്ടെങ്കിൽ. എനിക്ക് നിന്നെ കാണണ്ട. തെറ്റല്ലേ നീ കാണിച്ചത്? ചേട്ടന്റെ മുഖം താഞ്ഞടിച്ചതിന് എന്ത് ന്യായീകരണമാണ് നിനക്കുള്ളത്? എന്നെയും ചേർത്തിയും ചേർത്ത് ആവശ്യമില്ലാത്ത പറഞ്ഞ ഞാൻ എങ്ങനെ കേട്ടു നിൽക്കണം? എന്നെ പറ്റി രാജേട്ടൻ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അച്ഛൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കാഴ്ചയോട്ടിൽ നിന്നാണ് ഞാൻ തിരിച്ചറിവുകൾ പഠിച്ചത്. സ്നേഹവും പരിലാളവും ഞാൻ പഠിച്ചത്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണോ അച്ഛൻ എന്നെ വളർത്തിയത്? അവൻ അങ്ങനെ ഒരു വിവരക്കേട് പറഞ്ഞു. അതിനിങ്ങനെ പ്രതികരിക്കുക? ഇങ്ങനെ മൂത്ത ചേട്ടനാ. തിരിച്ചറിവുകൾ പറഞ്ഞു തന്ന കൂട്ടത്തിൽ ക്ഷമയുടെ പാഠവും പഠിപ്പിച്ചിരുന്നു ഞാൻ. എന്താ മറന്നുപോയോ? നീ അവനോട് മാപ്പ് പറയണം. അച്ഛ അതിന് ഞാൻ ചേട്ടന്റെ മുഖത്ത് കൈ ഉയർത്തേന് ഞാൻ കാൽ തൊട്ട് ക്ഷമ ചോദിക്കണം. അങ്ങനെ പറഞ്ഞാൽ തീരുവോ ഈ പ്രശ്നം? പിന്നെ എങ്ങനെ തീർക്കണം? ഇവനെ കൊന്നു കളയണോ? രാജന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എന്നെ അത് സംഭവിച്ചേനെ. ചേച്ചി ഞാൻ ചേച്ചിയോ? അങ്ങനെയൊക്കെയുള്ള പരിഗണന നിനക്ക് തന്നതാ ഞങ്ങൾ ചെയ്ത തെറ്റ്. പഞ്ചായത്ത് വരാന്തയിൽ കിടന്ന് നായ കടിച്ചു ഇവനെ. പഞ്ചായത്ത് വരാന്തയിൽ നിന്ന് കിട്ടിയ അനാഥനാണ് ഇവനെന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ നിനക്ക് തൃപ്തിയാവുന്നുണ്ടോ? രാജൻ ശോഭത്തിന് എന്തോ പറഞ്ഞു. അറിവില്ലായ്മ കൊണ്ട് ഇവൻ അങ്ങനെ പ്രതികരിച്ചു. കുട്ടിക്കാലത്ത് നിങ്ങൾ 3 പേരും കൂടെ വഴക്ക് കൂടല്ലായിരുന്നു? എത്ര നേരം നിൽക്കുമായിരുന്നു ആ വഴക്ക്? അതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിന് ഇപ്പോഴും അധികം ആയുസുണ്ടാവാൻ പാടില്ല. ഇവൻ തെറ്റേറ്റ് പറയും. അച്ഛൻ അറിയില്ല നാട്ടുകാർ എന്തൊക്കെയാണ് ഇവനെ ശാരദയും ചേർത്ത് പറയുന്നത്. നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ഇവിടെ ആരും ജീവിക്കണ്ട. രാജനെ ബോധ്യപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞത്. ചേട്ടത്തിയോട് ഈ നിമിഷം വരെ ഒന്ന് ബഹുമാനം വിട്ട് നോക്കുക പോലും ചെയ്യാത്തവനാണ് ഞാൻ. എന്നെ തിരിച്ചറിയാൻ കഴിയാത്തവനും രാജേട്ടൻ അത്ര അധപ്പതിച്ചോ? ഞാൻ അധപ്പതിച്ചിട്ടാണ് അതിന്റെ അടിയും കൊണ്ട് മാനം കെട്ടി ഇവിടെ നിൽക്കുന്നത്. ആണത്തമില്ലായിട്ടോ പ്രതികരിക്കാൻ അറിയായിട്ടോ അല്ല. ഈ അച്ഛനെ ഓർത്ത് അതെങ്ങനെ? ഞങ്ങളെക്കാളൊക്കെ ഇഷ്ടം അച്ഛന് നിന്നോടായി പോയില്ലേ?